ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ്. ഇന്ന് ഞാൻ ഹെൽത്തി ആയിട്ടുള്ളൊരു ഇഫ്താർ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ കുവപ്പൊടി കൊണ്ടാണ് കേട്ടോ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നത്. കുവപ്പൊടി ഈ ചൂടുകാലത്തൊക്കെ എല്ലാവരും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന തന്നെ ആയിരിക്കും അല്ലേ. നമ്മളെ ബോഡിയൊക്കെ തണുപ്പിക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ അതായിട്ട് നമുക്ക് നോമ്പ് തുറക്കാൻ നല്ലൊരു ഹെൽത്തി ആയിട്ടൊരു ഡ്രിങ്ക് ഉണ്ടാക്കി നോക്കിയാലോ. ഇത് ഹോം മെയ്ഡ് ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള കുവപ്പൊടിയാണ് കേട്ടോ. വീട്ടിൽ ഉമ്മയും കൂടി ഉണ്ടാക്കിയതാണ്. നമുക്ക് ഷോപ്പിലും വാങ്ങാൻ കിട്ടുമല്ലോ. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാലും 1/2 ലിറ്റർ വെള്ളം കൂടി മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ. നമുക്ക് എത്ര അളവിലാണോ വേണ്ടിയത് അതിനനുസരിച്ച് പാലും വെള്ളവും പകുതിയാക്കിയിട്ട് മിക്സാക്കിയിട്ടെടുക്കുക. ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഇത് തിക്കാവാൻ ആവശ്യമായിട്ടുള്ള കൂവപ്പൊടിയും കൂടി ഒന്ന് മിക്സാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും അളവിൽ, അതായത് ഏകദേശം 1 ലിറ്റർ ലിക്വിഡാണുള്ളത്, അതൊന്ന് തിക്കായി കിട്ടാൻ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കൂവപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് തിക്നെസ് എത്രയും വേണോ അതിനനുസരിച്ച് നമുക്ക് കൂവപ്പൊടിൻ്റെ മെഷർമെൻറ്റ് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം. ഈ അളവിലെടുത്താൽ നല്ല കറക്റ്റായിട്ടുള്ളൊരു പാകമാണ് കേട്ടോ. പിന്നെ തീരെ ലൂസായിട്ടൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അളവ് കുറച്ചാൽ മതി. പക്ഷേ ഇതായിരിക്കും കേട്ടോ കറക്റ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. നമുക്ക് വെള്ളമോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പാലില്ലേ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും മിക്സാക്കി വെക്കാം കേട്ടോ. ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കട്ടൊന്നുമില്ലാതെ നല്ലോണം ഒന്ന് കലക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി പാലിൻ്റെ മിക്സ് ഒന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഒരു നുള്ളു ഉപ്പ് എന്നുള്ള രീതിയിൽ നമ്മളെ മധുരം ഒക്കെ ഒന്ന് ബാലൻസ് ആവാൻ പാകത്തിനുള്ള ഉപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ പഞ്ചസാര നമ്മൾ ഇതിലിപ്പോൾ ഞാൻ ഒരു 5-6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അതൊരു മീഡിയം മധുരമാണ് കേട്ടോ ഉള്ളത്. നമുക്ക് ഇതിലേക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള മധുരം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ പഞ്ചസാരൻ്റെ അളവ് കുറക്കുന്നത് തന്നെയാണ് നല്ലത്. നമ്മളതൊരു ഹെൽത്തി ഡ്രിങ്കും കൂടിയാണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് പഞ്ചസാരൻ്റെ അളവ് കുറക്കുക. പിന്നെ ഇനിയിപ്പോൾ നല്ല മധുരത്തിൽ തന്നെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയാണ് നമ്മളെ ടേസ്റ്റ് അതിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കി തിളപ്പിച്ചെടുക്കുക. പാലൊക്കെ നല്ലോണം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം നല്ല ലോ ആക്കി വെച്ചിട്ട് നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള കൂവപ്പൊടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കൂവപ്പൊടി ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിത് ഒഴിക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് കട്ട പിടിച്ചാണ്ട് കുക്കായി വരും. അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം നല്ല ലോ ഫ്ലെയിമിലിട്ട് വെച്ചിട്ട് കൂവപ്പൊടി ഒഴിച്ച് കൊടുത്ത് അപ്പോൾ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, കൈയെടുക്കാതെ ഇളക്കണം കേട്ടോ. നമ്മളിത് ഇളക്കൽ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അടിയിലിങ്ങനെ കട്ടിയായിട്ട് വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അത് അടിയിൽ പിടിക്കുകയും ചെയ്യും, കരിഞ്ഞു പിടിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് തിളപ്പിച്ചെടുക്കണം. തിളച്ച് കൂവപ്പൊടി വേവണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് ഇത് തിളപ്പിച്ചെടുക്കുക. തിളച്ച് തുടങ്ങിയപ്പോൾ നല്ലോണം സിമ്മിലിട്ടിട്ട് 1 മിനിറ്റും കൂടിയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കിയാലും അപ്പം തന്നെ നമ്മൾ ആ ഇളക്കൽ നിർത്തരുത്. കാരണം അതിൻ്റെ മേലെ പെട്ടെന്ന് തന്നെ നല്ല കട്ടിയിൽ പാട കിട്ടും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയാലും നമ്മളിതൊന്ന് കുറച്ച് സമയം കൂടിയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെക്കുക. പിന്നെ നമുക്ക് ഇനി ഇതിലേക്ക് വേറെയും ഇൻഗ്രീഡിയൻസ് ചേർക്കാണ്ടെന്ന് പറഞ്ഞില്ലേ, അത് നമ്മളിത് നോർമൽ ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രമാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് പുറത്ത് തന്നെ വെച്ചാൽ മതി. കുറച്ച് സമയം കൊണ്ട് തന്നെ അത് റൂം ടെമ്പറേച്ചറിലേക്ക് ആയി വരും. ഇത് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം തന്നെ നോക്കുമ്പോൾ അത്യാവശ്യം തിക്നെസ്സൊക്കെ ഉണ്ട്. ഇനി ഇത് ചൂടാറി വരുമ്പോൾ ഒന്നും കൂടി തിക്കായിട്ടിരിക്കും കേട്ടോ ഉണ്ടാവുക. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കുമ്പോൾ ഇത് കറക്റ്റ് ലൂസായിട്ട് തന്നെ വരും. ഇപ്പോൾ ഇതാ നമ്മളെ കൂവപ്പൊടി മിക്സ് റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട്. കണ്ട അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ ഉണ്ടല്ലേ. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഞാനിതെല്ലാം കൂടി മിക്സാക്കാൻ പാകത്തിന് കുറച്ച് വലിയൊരു ബൗളിലേക്ക് മാറ്റിയതാണ് കേട്ടോ.
ഇനി ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് ചവ്വരിയാണ്, സാഗോ സീഡ്സ്. ഇത് ഞാനൊരു മണിക്കൂറോളം നേരം വെള്ളത്തിൽ കുതിർത്തിന് ശേഷം ഒരു 10 മിനിറ്റ് തിളച്ച വെള്ളത്തിലിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതിന് ശേഷം നമ്മളതിൻ്റെ തിളച്ച വെള്ളമൊക്കെ ഒന്ന് ആ ചൂടുവെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞ് കുറച്ച് തണുത്ത വെള്ളമൊക്കെ ഒഴിച്ച് നല്ലോണം ഒന്ന് വാഷ് ചെയ്ത് മാറ്റി വെക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു കട്ടിയുള്ള പശയൊക്കെ ഒന്ന് പോയി കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ആപ്പിളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചെറിയൊരു കുഞ്ഞ് ആപ്പിളാണ്, നല്ലോണം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയൊരു ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർക്കാം കേട്ടോ. നമുക്ക് ബനാന ചേർത്ത് കൊടുക്കുക, പിന്നെ മാംഗോ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാനുള്ള കാരണം ഇതിങ്ങനെ കുടിക്കുമ്പോൾ ഒരു ഡിസ്റ്റർബൻസ് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ നമുക്കിങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഓരോ പീസുകളൊക്കെ കടിക്കാനൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സൊക്കെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടിട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് കസ്കസാണ് കേട്ടോ ചേർക്കുന്നത്. ബ്ലാക്ക് കസ്കസ് 1 ടേബിൾ സ്പൂൺ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്തി വെച്ചതായിരുന്നു കേട്ടോ. അത് ആ വെള്ളത്തോട് കൂടി തന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ കണ്ട ഇതൊന്നും കൂടി ലൂസായി വന്നിട്ടുണ്ട്. പിന്നെ ഇനി ഇത്രയും നമുക്ക് എന്താ പറയുക, ഓൾറെഡി നമ്മൾ മിൽക്ക് മിക്സ് ലൂസാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കസ്കസ് മാത്രമാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. വെള്ളം ഒഴിവാക്കിയിട്ട് കസ്കസ് മാത്രമായിട്ട് ചേർത്ത് കൊടുക്കുക. കസ്കസും നമുക്ക് ചൂടിന് നല്ലതാണ് കേട്ടോ, ബോഡി കൂളായിരിക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോമ്പിനൊക്കെ ഡെയിലി നമ്മൾ വെള്ളമോ ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ കസ്കസ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഇതൊന്നൊരു കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് അനാറും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അനാറ് ഞാനിങ്ങനെ അടർത്തിയെടുത്തപ്പോൾ കുറച്ച് ജ്യൂസോട് കൂടിയിട്ടിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതാണ്, കളറൊന്നും അല്ല കേട്ടോ ആഡ് ചെയ്തത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. നമുക്കിനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്താ പറയുക, നമ്മൾക്ക് ഈത്തപ്പഴമോ അല്ലെങ്കിൽ മുന്തിരിയൊക്കെ ഉണ്ടല്ലോ, കിസ്മിസ്, അതൊക്കെ ഫിഗ് ഒക്കെ നമുക്ക് കട്ട് ചെയ്തിട്ടൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതേപോലെ തന്നെ നട്ട്സും ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടോ ഗ്രേറ്റ് ചെയ്തിട്ടോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മിക്സ് അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബ്സാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഐസ് ക്യൂബ്സാണ് ചേർക്കാൻ വിചാരിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിലും മിൽക്ക് മിക്സിൻ്റെ തിക്നെസ് കുറച്ചും കൂടി ഒന്ന് തിക്കാക്കിയിട്ട് തന്നെ ചെയ്യണം. അല്ലെങ്കിൽ നല്ല ലൂസായിട്ടാണ് നമ്മൾ ആ കൂവപ്പൊടി മിക്സ് ഉണ്ടായിരുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ അതിലേക്ക് ഐസ് ക്യൂബൊക്കെ ചേർക്കുമ്പോൾ തീരെ ഭയങ്കര ലൂസായി പോയിട്ടാ. ഭയങ്കര ലൂസായാൽ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തതൊക്കെ ഫ്രൂട്ട്സും ഇതൊക്കെ താഴെ പോയി കിടക്കിയിരിക്കും ചെയ്യുക. അത്യാവശ്യം ഒരു തിക്നെസ് വേണം, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അങ്ങനെ നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള കൂവപ്പൊടി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടത്തുള്ള ഈ ഒരു നോമ്പ് തുറക്കാൻ നേരത്ത് ഇതൊരു ഗ്ലാസ് ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഇതിൽ കുറേ ഫ്രൂട്ട്സും അതും ഇതൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് വയറിന് ഫില്ലിംഗ് ആയിട്ടുള്ളതുമാണ്. അപ്പോൾ വിശപ്പിനാണെന്നുണ്ടെങ്കിലും ദാഹത്തിനാണെന്നുണ്ടെങ്കിലും ഒക്കെ നല്ലൊരു ആശ്വാസമായിരിക്കും കേട്ടോ. പിന്നെ ആശ്വാസം മാത്രമല്ല, കൂവപ്പൊടിയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതും കൂടിയാണ്, നമ്മളെ ബോഡിയൊക്കെ നന്നായിട്ട് കൂളായിട്ടിരിക്കാനൊക്കെ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഇനി കൂവപ്പൊടിൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് വാനില എസൻസോ അല്ലെങ്കിൽ പിസ്താഷ്യോ എസൻസോ ഒക്കെ ചേർത്ത് കൊടുക്കുക. പിസ്താഷ്യോ എസൻസ് ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു ഗ്രീൻ കളറും ഒക്കെ കിട്ടില്ലേ. അപ്പോൾ കളറും കൂടി ഒന്ന് ചേഞ്ചായി ഒന്നും കൂടിയൊക്കെ ഒന്ന് ഭംഗിയാവും. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് അനാറ് ഇതിൻ്റെ മേലെ ഒന്ന് ഇങ്ങനെ ഇട്ടിട്ടാണ് സെർവ് ചെയ്യണത്, വെറുതെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട്. നട്ട്സ് കട്ട് ചെയ്തിട്ടോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ല വീഡിയോസും റെസിപ്പീസും വ്ലോഗുകളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.